ഗ്രീൻ ഫംഗ്ഷൻ എന്ന ടോപ്പിക്കിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ചെറിയ ഡിസ്കഷനാണ് ഇവിടെ നടത്തുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഗ്രീൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ട പ്രോബ്ലവും ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തവണ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതിൻ്റെ ഗ്രീൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന ഒരു ഫോമാണ്. സോ ചോദിക്കാം. ഞാൻ പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഫൈൻഡ് ദ ഗ്രീൻ ഫംഗ്ഷൻ റിക്വയർഡ് ഫോർ ദ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം t square y by dx square plus k square y equal to f of x, where f of x is non-function of x and y of x satisfy the boundary condition y of 0 equal to 0 and y of l equal to 0. So it's a boundary value equation. Boundary x equal to 0 and x equal to l എന്ന് പറഞ്ഞ ബൗണ്ടറിയിലെ വൈയുടെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഗ്രീൻ ഫംഗ്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്ന നോൺ ഹോമോജിനസ് ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ 1 കൊടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജിനസ് സൊല്യൂഷൻ എടുത്തിട്ടാണ് നമുക്ക് ഗ്രീൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജിനസ് ഇക്വേഷൻ എന്താണ്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ വൈ ഈക്വൽ ടു 0. ആൻഡ് ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് സൈൻ കെ എക്സും കോസ് കെ എക്സും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് യൂഷ്വലി ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനാണോ എന്ന് ചെക്ക് ചെയ്യാൻ ജസ്റ്റ് ഈ രണ്ട് സൊല്യൂഷൻസും എന്ത് ചെയ്താൽ മതി? മുകളിൽ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ 2 ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ സൊല്യൂഷനാണോ അല്ലയോ. ഓക്കെ, ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും. y of x equal to a sin kx plus b cos kx. ഇത് നമ്മൾ ഒരുപാട് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ചെയ്തൊരു മെത്തേഡാണ്. അതുതന്നെയാണ് ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യുന്നത്. എയും ബി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഗ്രീൻ ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗ്രീൻ ഫംഗ്ഷൻ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. c1 u1 of x, c2 u2 of x. പിന്നെ നമ്മൾ c1ഉം c2ഉം കണ്ടുപിടിച്ചു. എന്നിട്ട് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് g1ഉം g2ഉം കണ്ടുപിടിക്കുന്നു. അതിൻ്റെ ഏകദേശം അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടി, എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്ത ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ y of 0 equal to 0. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ y of x എന്തായി? 0 ആയി. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ സൈൻ കെ എക്സ് ആണ്. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അതങ്ങ് 0 ആയിപ്പോയി, ആ ടേം 0 ആയിപ്പോയി. ദെൻ ബി കോസ് കെ എക്സ് ഈക്വൽ ടു ബി കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ബി അവിടെ ലെഫ്റ്റ് ആയി. ആൻഡ് ബി ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് u1 of x എന്ന സൊല്യൂഷൻ ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ ഒബേ ചെയ്യുന്നതെന്നും u2 of x എന്ന സൊല്യൂഷൻ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ ഒബേ ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കിട്ടിയ ജനറൽ സൊല്യൂഷന് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ഒബേ ചെയ്ത ജനറൽ സൊല്യൂഷൻ നമ്മൾ u1 of x എന്ന് കൊടുത്തു. u1 of x ഈക്വൽ ടു a1 സൈൻ കെ എക്സ്. കാരണം അവിടെ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷനിൽ എന്ത് 0 ആയിപ്പോയി? ബി 0 ആയിപ്പോയി. എ എന്നെ നമ്മൾ a1 കൊടുത്തു ഫോർ എക്സ് ലെസ് ദാൻ ടി, ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്, y of l ഈക്വൽ ടു 0. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ y of x അല്ലെങ്കിൽ y of l എന്താണ്? 0 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സ് എന്താവും? l ആവും. സോ a സൈൻ കെ എൽ പ്ലസ് ബി കോസ് കെ എൽ ഈക്വൽ ടു 0. സോ അവിടെ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടി. ബി ഇസ് ഈക്വൽ ടു മൈനസ് എ സൈൻ കെ എൽ ഡിവൈഡ് ബൈ കോസ് കെ. അപ്പോൾ നമ്മൾ u2 of x എന്തായി? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y of x എന്ന് പറഞ്ഞാൽ എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് ആണ്. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ ഒബേ ചെയ്യുന്ന സൊല്യൂഷനാണ് നമ്മൾ u2 of x എന്ന് പറയുന്നത്. സോ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷനിൽ ബിയുടെ വാല്യൂ നമുക്കറിയാം. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ u2 of x എന്തായിരിക്കും? u2 of x ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് എ സൈൻ കെ എൽ ഡിവൈഡ് ബൈ കോസ് കെ എൽ കോസ് കെ എക്സ്. അതിവിടെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ആ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബി ഇസ് ഈക്വൽ ടു മൈനസ് എ സൈൻ കെ എൽ ഡിവൈഡ് ബൈ കോസ് കെ എൽ. ഇനി അവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. എന്നിട്ട് u2 of xൻ്റെ ഒരു വില നമ്മൾ കണ്ടുപിടിക്കുന്നു. സോ u2 of x ഈക്വൽ ടു
എ സൈൻ കെ എക്സ് ഇൻറ്റു കോസ് കെ എൽ മൈനസ് എ സൈൻ കെ എൽ കോസ് കെ എക്സ് ഡിവൈഡ് ബൈ കോസ് കെ എൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം സൈൻ എ കോസ് ബി മൈനസ് സൈൻ ബി കോസ് എ, അതായത് സൈൻ എ മൈനസ് ബിയുടെ ഒരു എക്സ്പാൻഷനാണ് അവിടെ. അപ്പോൾ നമുക്ക് ആ എക്സ്പാൻഷൻ അവിടെ കൊടുക്കുന്നു, നമ്മൾ ഒന്ന് ചുരുക്കുന്നു, എനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്നു. സോ എ ഇൻറ്റു സൈൻ ഓഫ് കെ എക്സ് മൈനസ് കെ എൽ, അവിടെ കെയും സൈൻ്റെ ഉള്ളിൽ കോമൺ ആണ്. സോ ഫൈനലി വി ഹാവ് യു ടു ഓഫ് എക്സ് ഈക്വൽ ടു എ ബൈ കോസ് കെ എൽ സൈൻ ഓഫ് കെ ഇൻറ്റു എക്സ് മൈനസ് എൽ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ടി. എ ബൈ കോസ് കെ എൽ എന്താ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, എ ബൈ കോസ് കെ എൽ നമ്മളൊരു പുതിയൊരു നേരത്തെ കണ്ടുപിടിച്ചല്ലോ, എ ബൈ കോസ് കെ എല്ലിന് നമ്മളൊരു പുതിയ വാല്യൂ കൊടുക്കുകയാണ്. B1 എന്ന് പറഞ്ഞ ഒരു പുതിയ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. സോ നമ്മുടെ സെക്കൻഡ് സൊല്യൂഷൻ സാറ്റിസ്ഫൈങ് ദ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ ഈസ് എക്സ്പ്രസ്ഡ് ആസ് u2 of x ഈക്വൽ ടു B1 sin k into x minus l for x greater than t. ഓക്കെ, എ ബൈ കോസ് കെ എൽ ഈക്വൽ ടു B1 എന്നുള്ളത് നമ്മളൊരു പുതിയ കോൺസ്റ്റൻറ്റ് വാല്യൂ കൊടുത്തത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? റോൺസ്കിയൻ കൂടി വേണം. ആ ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എന്താണ്, നമുക്കൊരു നേരത്തതിൽ u1 ഓഫ് എക്സും ഉണ്ട്, u2 ഓഫ് ടിയും ഉണ്ട്, ഒരു റോൺസ്കിയൻ ഉണ്ട്, p ഓഫ് ടിയും ഉണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. സോ നമുക്ക് ഗ്രീൻസ് ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ ആദ്യം ഒന്ന് റോൺസ്കിയൻ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യാൻ നോക്കാം. In order to find the Green's function, first we require the Wronskian. Wronskian W is equal to u1 u2 prime minus u2 u1 prime. അപ്പോൾ u1 നമുക്കറിയാം, u2 നമുക്കറിയാം. ഇനി അതൊക്കെ നമ്മൾ ചെയ്യാൻ പോവാണ്. u1 എന്താണ്? a1 sin kx, അതവിടെ വെച്ചു. പ്രൈം എന്ന് ഉദ്ദേശിച്ചത് ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ ഡി ബൈ ഡി എക്സ് ഓഫ് b1 sin kx മൈനസ് എൽ മൈനസ് u2 എന്ന് പറഞ്ഞാൽ b1 sin k ഇൻറ്റു എക്സ് മൈനസ് എൽ ഡി ബൈ ഡി എക്സ് ഓഫ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് a1 sin kx. അത് നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? a1 sin kx അങ്ങനെ തന്നെ. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ b1 കോൺസ്റ്റൻ്റ് ആണ്, സൈൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ കോസ് കിട്ടും. പ്രൊഡക്റ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? b1 k കോസ് k എക്സ് മൈനസ് എൽ മൈനസ് b1 sin k എക്സ് മൈനസ് എൽ ഇൻറ്റു a1 കോൺസ്റ്റൻ്റ് ആണ്, സൈന് ഡെറിവേറ്റീവ് എടുത്താൽ കോസ് കിട്ടും. സോ അവിടെ ഒരു എക്സിൻ്റെ കൂടെ ഒരു കെ ഉള്ളതുകൊണ്ട് പുറത്തേക്ക് വരും a1 k കോസ് k എക്സ്. ദെൻ അവിടെ നമ്മൾ കോമൺ ആയിട്ടുള്ള ടേംസിനൊക്കെ പുറത്തേക്ക് എടുക്കുന്നു. w is equal to a1 b1 k ഇൻറ്റു സൈൻ കെ എക്സ് കോസ് കെ എക്സ് മൈനസ് എൽ മൈനസ് സൈൻ കെ എക്സ് മൈനസ് എൽ കോസ് കെ എക്സ്. അവിടെയും നമുക്ക് എന്താണ്? സൈൻ എ മൈനസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് സൈൻ ബി കോസ് എ എന്നുള്ളൊരു ഫോമിലേക്ക് നമുക്ക് എത്തിക്കാം. സോ നമ്മുടെ w is equal to a1 b1 k ഇൻറ്റു സൈൻ ഓഫ് കെ എക്സ് മൈനസ് കെ ഇൻറ്റു എക്സ് മൈനസ് എൽ ആണ്. അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക കെ എക്സ് മൈനസ് കെ എക്സ് പ്ലസ് കെ എൽ. കെ എക്സ് മൈനസ് കെ എക്സ് 0 ആയിപ്പോൾ, ബട്ട് വി ആർ ലെഫ്റ്റ് വിത്ത് കെ എൽ. റോൺസ്കിയൻ ഈക്വൽ ടു a1 b1 k സൈൻ കെ എൽ. അപ്പോൾ അവിടെ റോൺസ്കിയനെയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മീൻസ് എക്സിനെയും ടീനെയും എന്ത് ചെയ്യുന്നില്ല, അവിടെ ഡിപ്പെൻഡൻസ് വരുന്നില്ല. എക്സിൻ്റെ ഡിപ്പെൻഡൻസ് എവിടെ വരുന്നില്ല? റോൺസ്കിയനിൽ വരുന്നില്ല. അത് നമ്മൾ ഇക്വേഷൻ 6 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തിട്ട് 1 ഡയമെൻഷണൽ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ജനറൽ ഫോം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വി നോ ദ ജനറൽ ഫോം ഓഫ് ഗ്രീൻസ് ഫംഗ്ഷൻ g is equal to minus u1 of x u2 of t divided by Wronskian p of t for x less than t, u1 minus u1 of t u2 of x w of p of t for x greater than t. p of t 1 ആണെന്ന് നമ്മുടെ ഫസ്റ്റ് എടുത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, u1 ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, u2 ഓഫ് t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, w സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, p of t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് എന്ത് കിട്ടും? ഗിവൺ പ്രോബ്ലത്തിൽ g എന്താണ്? g ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു മൈനസ് a1 സൈൻ കെ എക്സ് b1 സൈൻ കെ ടി മൈനസ് എൽ. അവിടെ എന്താ ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കണം, u2 ഓഫ് ടി ആണ്. സോ u2 ഓഫ് എക്സ് നമുക്കറിയാം. അപ്പോൾ u2 ഓഫ് എക്സിനെ u2 ഓഫ് ടി എങ്ങനെയാണ് ആക്കുക? എക്സ് എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ ടി ആക്കുക.
v1 സൈൻ കെ ഇൻറ്റു എക്സ് മൈനസ് എൽ ആണ്. അപ്പോൾ u2 ഓഫ് ടി എന്താവും v1 സൈൻ കെ ടി മൈനസ് എൽ. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡിവൈഡ് ബൈ a1 v1 കെ സൈൻ കെ എൽ. അതേപോലെ തന്നെ സിമിലർലി അടുത്ത ഗ്രീൻ ഫംഗ്ഷനും കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇതാണ് ഒന്നാമത്തെ പ്രോബ്ലം. നൗ സെക്കൻഡ് ഫംഗ്ഷൻ. ഇത് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ചെയ്യുന്നത്, ഇതിപ്പോൾ നമ്മൾ ഒരു ഡയറക്റ്റ് മെത്തേഡാണ്. രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐഗൻ വാല്യൂ എക്സ്പാൻഷനിലാണ് ചെയ്യാൻ പോകുന്നത്. ഡിറ്റർമൈൻ ദ ഗ്രീൻ ഫംഗ്ഷൻ അസോസിയേറ്റഡ് വിത്ത് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. d square y by dx square equal to f of x with boundary condition y of 0 equal to 0, y dash of 1 equal to 0. Using the method of expansion of green function in terms of orthonormal functions of operator d square by dx square. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാ ഓപ്പറേറ്റർ d square by dx square ആണ്. അപ്പോൾ if phi of x ബാക്കിയൊക്കെ നമുക്ക് അറിയുന്നതാണ്. if phi of x are the orthonormal functions of L corresponding to the eigenvalue, the eigenvalue equation എന്താവും? L phi of x equal to lambda phi of x with phi of 0 equal to 0 and first derivative of y equal to 0 when x equal to 1. അതും തന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? d square phi by dx square മൈനസ് lambda phi equal to 0. ഇതും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിൻ്റെയും സൊല്യൂഷൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിച്ചതാണ്. സോ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 1 എത്രയാണ്? phi of x equal to a e raised to root lambda x plus b e raised to minus root lambda x. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ 1ലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. രണ്ട് കോമ്പിനേഷനും എടുക്കണം എന്ന് തന്നെയല്ല, ഏതെങ്കിലും a e raised to റൂട്ട് ലാംഡ എക്സും ഇക്വേഷനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ കറക്റ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാവും. അപ്പോൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഐഡിയ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. നമ്മളിനി എന്ത് ചെയ്യുകയാണ്? ഈ രണ്ട് സൊല്യൂഷനിലേക്ക് നമ്മുടെ കയ്യിലുള്ള രണ്ട് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? phi of 0 equal to 0. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ phi എന്തായി? 0 ആയി. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്താ ഉള്ളത്? a ഇൻറ്റു ഇ റേസ് ടു 0 ആണ്. ഇ റേസ് ടു 0 എന്ന് വെച്ചാൽ 1 പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് 0 ആണ്. അതായത് 1 ബൈ ഇ റേസ് ടു 0. അവിടെയും 1 തന്നെ. സോ എ പ്ലസ് ബി ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു മൈനസ് എ. നമ്മളിനി അതവിടെ വെച്ചു. നമ്മുടെ ഇക്വേഷൻ 3 എന്ന് പറഞ്ഞു. ഇനി നമ്മൾ phi of എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ എന്താ കിട്ടുക? റൂട്ട് ലാംഡ എ ഇ റേസ് ടു റൂട്ട് ലാംഡ എക്സ് പ്ലസ് മൈനസ് റൂട്ട് ലാംഡ ബി ഇ റേസ് ടു മൈനസ് റൂട്ട് ലാംഡ എക്സ്. ഓക്കെ, അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ. ഇനി അവിടെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 വെൻ എക്സ് ഈക്വൽ ടു 1. അതായത് എക്സിന് 1 കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആയി. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണുള്ളത്? റൂട്ട് ലാംഡ എ ഇ റേസ് ടു റൂട്ട് ലാംഡ എക്സ് എന്താണ്? 1 ആണ്. സോ വി ആർ ലെഫ്റ്റ് വിത്ത് റൂട്ട് ലാംഡ മൈനസ് റൂട്ട് ലാംഡ ബി റേസ് ടു ബി ഇ റേസ് ടു മൈനസ് റൂട്ട് ലാംഡ സ്ക്വയർ റൂട്ട് ഓഫ് ലാംഡ. നമുക്ക് ഒരു കാര്യം കൂടി നേരത്തെ മനസ്സിലായിട്ടുണ്ട്. എ എന്താണ്? എ ഇസ് ഈക്വൽ ടു മൈനസ് ബി. അതും കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കോമൺ ടേംസിനൊക്കെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉണ്ടാവുക? റൂട്ട് ലാംഡ എ പുറത്തേക്ക് എടുക്കാം. ഇ റേസ് ടു റൂട്ട് ലാംഡ പ്ലസ് ഇ റേസ് ടു മൈനസ് റൂട്ട് ലാംഡ ഈക്വൽ ടു 0. അതായത് ഒന്നെങ്കിൽ റൂട്ട് ലാംഡ ഇൻറ്റു എ 0 ആവണം, അല്ലെങ്കിൽ ആ ബ്രാക്കറ്റിനുള്ള ടേം 0 ആണ്. നമ്മൾ ബ്രാക്കറ്റിനുള്ള ടേം 0 ആയിട്ടാണ് എടുത്തത്. ഇ റേസ് ടു റൂട്ട് ലാംഡ പ്ലസ് ഇ റേസ് ടു മൈനസ് റൂട്ട് ലാംഡ ഈക്വൽ ടു 0. അത് ആവണമെങ്കിൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ എപ്പോഴും മാത്രമേ ആകൂ? റൂട്ട് ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ 2n പ്ലസ് 1 5/2. സംശയമുള്ള ആൾക്കാർക്ക് അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് 0 ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ? ഐഗൻ വാല്യൂയുടെ ഫോമുല കിട്ടി. ലാംഡ ഈസ് ഈക്വൽ ടു മൈനസ് 2n പ്ലസ് 1 ഹോൾ സ്ക്വയർ 5 സ്ക്വയർ ഡിവൈഡ് ബൈ 4. ഇനിയൊന്നുമില്ല, ലാംഡ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ലാംഡ എന്താണ്? ലാംഡ ഈക്വൽ ടു മൈനസ് 2n പ്ലസ് 1 ഹോൾ സ്ക്വയർ 5 സ്ക്വയർ ഡിവൈഡ് ബൈ 4 ആണ്. അതിന് നമ്മൾ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ എൻ, അതായത് ഓരോ എൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡ ആണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. ലാംഡ എൻ ഈസ് ഈക്വൽ ടു മൈനസ് 2n പ്ലസ് 1 ഹോൾ സ്ക്വയർ 5 സ്ക്വയർ ബൈ 4. അപ്പോൾ ഇനി നമുക്ക് സൊല്യൂഷൻ നമുക്കറിയാം. phi of x ഈക്വൽ ടു എ റൂട്ട് ഓഫ് എ
ഇൻറ്റു ഇ റേസ് ടു റൂട്ട് ലാംഡ എക്സ് പ്ലസ് ബി ഇ റേസ് ടു മൈനസ് റൂട്ട് ലാംഡ എക്സ്. റൂട്ട് ലാംഡയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി. ഫൈൻ ഓഫ് ദ എക്സ് ഈക്വൽ ടു എ കോമൺ ആണ്, പുറത്തേക്ക് എടുത്തു. അങ്ങനെയാണ് എ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തത്. ബി ഇസ് ഈക്വൽ ടു മൈനസ് എ ആണെന്ന് നമുക്കറിയാം. സോ സെക്കൻഡ് ടേമിലോട്ട് ഒരു മൈനസ് വന്നു. എനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കുകയും ചെയ്യാം. സോ ഇ റേസ് ടു ഐ തീറ്റയും ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അതായത് സൈൻ എക്സിൻ്റെ ഒരു റിസൾട്ടായിട്ട് ബന്ധപ്പെട്ടത്. അതായത് സൈൻ എക്സ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഡിവൈഡ് ബൈ 2i ആണ്. സോ ഇ റേസ് ടു ഐ 2n പ്ലസ് 1 പൈ ബൈ 2x മൈനസ് ഇ റേസ് ടു മൈനസ് ഐ 2n പ്ലസ് 1 പൈ ബൈ 2x. അതിന് നമുക്ക് എന്തായിട്ട് എഴുതാം, 2i സൈൻ 2n പ്ലസ് 1 പൈ ബൈ 2x ആയിട്ട് എഴുതാം. സോ നമുക്ക് ഐഗൻ ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഐഗൻ ഫംഗ്ഷൻ അത് നോർമലൈസ്ഡ് ആണോ എന്ന് നമുക്കറിയില്ല. അതായത് ഓർത്തോ നോർമൽ കണ്ടീഷൻ നിങ്ങൾക്കറിയാം. അതായത് ഒരേ ഫംഗ്ഷൻ ഡിഫറെൻറ്റ് എം നോട്ട് ഈക്വൽ ടു n ആകുമ്പോൾ ആ ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇൻ്റഗ്രേറ്റ് എടുത്താൽ നമുക്ക് എന്താണ് കിട്ടുക, 0 ആണ്. ഒരേ ഫംഗ്ഷൻ ആകുമ്പോൾ അത് 1 ആവും. അപ്പോൾ അതിനെയാണ് ഓർത്തോനോർമൽ കണ്ടീഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്കതിനെ ഒരു നോർമലൈസ്ഡ് ഐഗൻ ഫംഗ്ഷൻ ഫൈ എൻ ഓഫ് എക്സ് ഈക്വൽ ടു nn, അതായത് നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് ആണ്. സൈൻ 2n പ്ലസ് 1 പൈ ബൈ 2x. ഇപ്പോൾ നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് വെച്ചാൽ 2ia ആണ്. എ അവിടെ ഒരു എന്താണ് നമുക്കറിയാം, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് nn-ൻ്റെ കൃത്യമായിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ ഒരുപാട് തവണ ചെയ്തതാണ്. നമുക്ക് ഇൻ്റഗ്രൽ 0 to 1 ഫൈൻ ഓഫ് എക്സ് കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ഫൈ എൻ ഇൻറ്റു ഫൈൻ ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് nn ഈക്വൽ ടു √2 എന്ന് കിട്ടും. ഞാൻ സ്റ്റെപ്പുകളൊന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്നതാണ്. സോ ഇക്വേഷൻ 8 നമുക്ക് എന്താ, ഫൈൻ ഓഫ് എക്സ് ഈക്വൽ ടു √2 സൈൻ 2n പ്ലസ് 1 പൈ ബൈ എക്സ്. അപ്പോൾ നമുക്ക് ഐഗൻ ഫംഗ്ഷൻ കിട്ടി, ഐഗൻ വാല്യൂസും കിട്ടി. ഗ്രീൻ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ തന്നെ എക്സ്പാൻഷൻ ഓഫ് ഐഗൻ ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുക നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്, ജി ഓഫ് എക്സ് ടി ഈക്വൽ ടു മൈനസ് സമ്മേഷൻ ഓഫ് എൻ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ഫൈ എൻ ഓഫ് ടി ഫൈ എൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ ലാംഡ എൻ. നമുക്കിവിടെ ഓരോ വാല്യൂസ് അറിയാം. ഫൈ എൻ ഓഫ് എക്സ് എന്താ അറിയാം, കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ഫൈ എൻ ഓഫ് ടി എന്താണെന്ന് അറിയാം. അതായത് ഫൈ എൻ ഓഫ് എക്സിനെ ഫൈ എൻ ഓഫ് ടി ആവുക, അതായത് എക്സ് ഒക്കെ എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ ടി ആക്കുക. എന്നിട്ട് അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുക. കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കാൻ ഇവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം വെച്ചാൽ ഇവിടെ കോംപ്ലക്സ് ടേംസ് ഒന്നും ഇല്ല. അപ്പോൾ അത് സെയിം ടൈം തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ മുകളിൽ കാണാം √2 സൈൻ 2n പ്ലസ് 1 പൈ എക്സ് ബൈ 2 ആണ് നമ്മുടെ ഐഗൻ ഫംഗ്ഷൻ. സോ ഫൈ എൻ ഓഫ് ടി എന്തായിരിക്കും, എക്സിലെടുത്ത് ടി ആയി. ഇവിടെ നിങ്ങൾക്ക് കാണാം √2 സൈൻ ഓഫ് 2n പ്ലസ് 1 പൈ ഇൻറ്റു ടി ഡിവൈഡ് ബൈ 2 ഇൻറ്റു √2 സൈൻ 2n പ്ലസ് 1 പൈ എക്സ് ഡിവൈഡ് ബൈ 2 ഹോൾ ഡിവൈഡ് ബൈ ലാംഡ എൻ എന്താ നമുക്ക് കിട്ടി, മൈനസ് 2n പ്ലസ് 1 ഹോൾ സ്ക്വയർ പൈ സ്ക്വയർ ബൈ 4. മുകളിൽ √2 2 ആയി, 4 മുകളിലോട്ട് പോകും, ന്യൂമറേറ്ററിലേക്ക് പോകും. സോ ഇറ്റ് ബിക്കംസ് 8 ആൻഡ് പൈ സ്ക്വയർ. ആൻഡ് നെഗറ്റീവ് ന്യൂമറേറ്ററിൽ നെഗറ്റീവ് ഉണ്ട്, ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് ഉണ്ട്. ഇറ്റ് ക്യാൻസൽ ഔട്ട്. സോ വാട്ട് വി ആർ ലെഫ്റ്റ് വിത്ത് ജി ഓഫ് എക്സ് ടി ഈക്വൽ ടു 8 പൈ സ്ക്വയർ സമ്മേഷൻ ആൻഡ് സൈൻ ഓഫ് 2n പ്ലസ് 1 pi into t divided by 2 into sine 2n plus 1 pi x divided by 2n plus 1 whole square. ഓക്കെ, ഇത്രയാണ് രണ്ട് പ്രോബ്ലംസ്. ഇനി പോയ്സൺ ഇക്വേഷൻ മാത്രം കൂടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്.